ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിലാണുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് തയ്ക്കാനും എന്തെങ്കിലും വീഡിയോസ് എടുക്കാനും ഒക്കെ സുഖം നമുക്ക് വീട്ടിലിരിക്കുമ്പോഴാണ് കേട്ടോ. അതായത് തയ്ക്കാനൊക്കെ ആകുമ്പോൾ മെഷീനൊക്കെ ഇവിടെയാണല്ലോ. എൻ്റെ ഇടുന്ന മിക്ക ഡ്രസ്സും ഞാൻ തന്നെയാണ് കേട്ടോ തയ്ക്കാറ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇച്ചിരി ഡ്രസ്സ് തയ്ക്കാനുണ്ട്. എൻ്റെ ഡ്രസ്സിൽ ഒരു കുഞ്ഞുടുപ്പാണ് കേട്ടോ തയ്ക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ അങ്ങനെ അടിക്കാമല്ലോ. അപ്പോൾ ഞാനും ഈ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുള്ള ആളാട്ടോ. യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ മിക്ക മോഡൽസും ചെയ്യാറും. യൂട്യൂബിൽ കണ്ടിട്ട് ഓരോരോ ടിപ്സും ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഭയങ്കര പ്രൊഫഷണൽ എന്നല്ല, പക്ഷെ എനിക്കറിയണ പോലെ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ മിക്ക ഡ്രസ്സും ഞാൻ തന്നെയാണ് തയ്ക്കാറ്. അപ്പോൾ ഞാൻ പുറത്ത് തയ്ക്കാൻ കൊടുക്കാറൊക്കെ ഭയങ്കര റയറാണ് കേട്ടോ. എനിക്കറിയാലോ, പിന്നെ എനിക്ക് തയ്ച്ചാൽ എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വ്ളോഗിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ തയ്ക്കണേൻ്റെ ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നല്ല തുണി വെട്ടി വെച്ചിട്ടുണ്ട്. ആ വെട്ടി വെച്ചിട്ട് അതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, ഈ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണാം. പിന്നെ നിങ്ങളുടെ കമൻസും വാല്യുബിൾ ആണ്, അപ്പോൾ കമൻറ്റ് ഇടണം. അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ റൂമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒതുക്കി വെക്കാന്ന് ഓർത്ത് കേട്ടോ. കുറേ ദിവസമായല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഒതുക്കി വെക്കാനുള്ളൊരു ഇതിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് ഈ ഒരു ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ലിപ് കളർ കേട്ടോ. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നാൽ ഞാനൊരു റെഡ് ലിപ്സ്റ്റിക്ക് മേടിക്കാം എന്നുള്ള രീതിക്ക്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെഡ് ലിപ്സ്റ്റിക്ക് എന്നുള്ള രീതിക്ക് മേടിച്ചിട്ടുള്ളൊരു ലിപ് കളറായിരുന്നു ഇത്. ഷെയ്ഡ് റെഡ് അലേർട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഒട്ടും ഇഷ്ടമില്ലാത്തത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഒട്ടും എന്താ പറയുക, ഒരു റെഡ് ലിപ്സ്റ്റിക് ആണെന്നുള്ളൂ, എനിക്ക് ഒട്ടും ചേരണില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ഈ ഒരു റെഡ് ഭയങ്കര റെഡാണ്. കണ്ടാ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പം അത് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു ഷെയ്ഡാണിത്. ഇൻസൈറ്റ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. ഇതിൻ്റെ കൂടെ ഞാനൊരു ജോയ്ഫുള്ളും കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഡ്രൈയിങ് ആണ് കേട്ടോ. ജോയ്ഫുൾ എനിക്ക് കുറച്ച് വാഷ് ഔട്ട് ആണ പോലെ തോന്നി. അതേ ജോയ്ഫുള്ള് ഞാൻ കൂടുതലായിട്ടും മറ്റേ നമ്മുടെ ഐലിഡിൽ ഇട്ടിട്ടാണ് ഞാൻ തീർത്തിട്ടുള്ളത്. പിന്നെ കോഫി കമാൻഡ് എനിക്ക് ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ ഭയങ്കര ഡ്രൈ ആണ്. എനിക്ക് ഇതിൻ്റെ ഫോർമുല ഒട്ടും ഇഷ്ടമായില്ല. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നം. ട്രാൻസ്ഫർ പ്രൂഫാണ് കേട്ടോ, അത് വേറെ കാര്യം. കണ്ട, ഒട്ടും ആയിട്ടില്ല. ആയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടമാവാത്തത്. എനിക്കിത് കളയാട്ടോ, ഇത് വേണ്ട. ഇത് കളയാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇങ്ങനെ പെട്ടെന്നൊന്നും ഇത് പോരില്ല. ഓക്കെ, വെക്കാന്ന് ഓർത്തു. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ തയ്ക്കണ കാരണം ആകെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് പരക്കും. പിന്നെ വെട്ടക്ഷണങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ചെയ്തൊരു കാര്യമാണ്. ചെയ്തല്ല, സക്സസ് ആവുമോയെന്നറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ പഴയ മുണ്ടാണ്. ഇത് ഞാൻ ഓർത്തു എന്തെങ്കിലും അങ്ങനെ സോഫയിൽ വിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഡൈ ചെയ്തെടുക്കാന്ന്. അപ്പം ഞാനിങ്ങനെ നോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ടില്ലേ, ഹാക്ക് കണ്ടിട്ടില്ലേ ഡൈ ചെയ്യണത്. അപ്പോൾ ഞാൻ അതുപോലെ സക്സസ് ആവുമോയെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് അതുപോലെ ചെയ്യാമെന്ന് ഓർത്ത് കുറച്ച് കുരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കുരുക്കി വയ്ക്കാമെന്ന് ഓർക്കുകയാണ്. ഒരു 2-3 അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കരയൊക്കെ വെട്ടി കളഞ്ഞിട്ട് ഒന്നിച്ചാക്കിയിട്ട് സോഫയിലെങ്ങനെ വിരിക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളടുത്ത് 2 കളർ ഉണ്ട് കേട്ടോ. ഒരു ബ്ലൂ ഉണ്ട്, മെറൂൺ ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്. 2 ബ്ലൂവും ഒരു മെറൂണും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേത് കളർ എടുക്കാം? ബ്ലൂ എടുക്കാം. ബ്ലൂ അല്ലേ 2 അല്ലേ? നമുക്ക് ബ്ലൂ എടുത്തിട്ട് ചെയ്യാം. ഈ ഒരു കളറും പിന്നെ ഇതിൻ്റെ കൂടെ കളർ ഇതാക്കാനുള്ള ഒരു സാധനം കൂടി ഞാൻ കാണിച്ചത്. ഇതുപോലത്തെ ഒരു ഡൈ ഫിക്സും ആണ് വേണ്ടത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് കടയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. കുറേ കിട്ടും. ഒരു 100 സംതിങ്ങിന് ഒരു 20 എങ്ങാണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് എടുത്തിട്ട്, ഇത് എന്തൊരു യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇതും ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ ഓർത്ത്. ഇത് നമ്മൾ കളറിൽ മുക്കി വെച്ചിട്ടുണ്ട്. കളറിൽ മുക്കി വയ്ക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ചൂട് വെള്ളത്തിൽ നമ്മൾ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പും പിന്നെ കളർ പൊടി ഇടുക. എന്നിട്ട് നമ്മൾ നമുക്ക് ഏതാണോ കളർ ചെയ്യേണ്ടത് അത് അതിൽ മുക്കി വയ്ക്കുക കേട്ടോ. നല്ല ചൂടുണ്ടാവും, അതുകൊണ്ട് കൈ കൊണ്ട് ഇളക്കരുത്. ഇതുപോലെ എന്തെങ്കിലും കമ്പോ കോലോ എന്തെങ്കിലും എടുത്തിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മുക്കി വയ്ക്കുക. ഒരു 20 മിനിറ്റൊക്കെ മുക്കി വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിലേക്ക് ഈ ഡൈ ഫിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ കളറിൽ മുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇച്ചിരി ഒന്ന് ഉണങ്ങിയിട്ട് വേണം കേട്ടോ. അതൊന്ന് ചൂടൊക്കെ ആറിയിട്ട് വേണം അതിൽ മുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ പിന്നെ പിഴിയൊന്നും ചെയ്യണ്ട, ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ഉടുപ്പടിക്കണ പരിപാടിക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നമ്മൾ തയ്ച്ചെടുത്ത ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അടിയിലൊരു ലേസൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എനിക്ക് വേണ്ടി തയ്ച്ചൊരു ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ച് നോക്കുകയാണ്. ഇന്നലെ തയ്ച്ചതാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടാന്ന് ഓർത്തു. അപ്പോൾ ഇതാണത്. ഇത് ഞാൻ അമ്മേൻ്റെ കോട്ടൺ സാരിയാണ് കേട്ടത്. എനിക്ക് വെട്ടിയതും പിന്നെ ഇത് വെട്ടണ്ടായിരുന്നില്ല എന്ന് തോന്നി. കാരണം അത്രയ്ക്ക് നൈസായൊരു തുണിയാണ്. നമുക്ക് കോട്ടൺ സാരി കൊണ്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര നൈസ്. നമ്മൾ തയ്ച്ചതിനൊരു ഇതുണ്ടാവില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വെട്ടില്ലോ എന്നോർത്ത് തയ്ച്ചതാണ് ഞാൻ. പിന്നെ നമ്മുടെ ഈ കളർ മുക്കിയതൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അതിന് ആ ഡിസൈൻ വന്നോ വരൂലേ സക്സസ് ആവുമോ എന്നൊക്കെ. ഫൈനലി എന്തായാലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞാൻ ഇത് സക്സസ് ആവുമോ ഇല്ലെന്നൊന്നും അറിയാതെയാണ് ചെയ്തത്. പക്ഷേ എല്ലായിടത്തും നമ്മൾ കെട്ടിവെച്ച എല്ലായിടത്തും ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു മൂന്ന് നമ്മുടെ വെള്ളമുണ്ടെങ്ങാണ്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അത് നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ ഓക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിത് സോഫയിൽ ഇങ്ങനെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. കുറച്ചുകൂടെ കട്ടിയുള്ള തുണിയിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.